6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ഓടയിൽ നിന്ന് എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് വിശകലനം ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ജനത്തിരക്കുള്ള നഗരപാതയെ കഥാകൃത്ത് വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പാത ജനനിബിഡമായിരുന്നു എന്ന് കഥാകൃത്ത് പറയുന്നുണ്ട്. പ്ലഷർ കാറുകൾ, ബസ്സുകൾ, കാളവണ്ടികൾ, റിക്ഷകൾ തുടങ്ങിയവയെ പറ്റി പരാമർശിക്കുന്നുണ്ട്. പുതുമയുടെ യുവത്വവും പഴമയുടെ വാർദ്ധക്യവും മുട്ടിയും തട്ടിയും പാഞ്ഞും ഇഴഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അവയുടെ ഇടയിൽ കൂടി ജീവിതം പുളച്ചു കയറിയും പതുങ്ങിയും ചാഞ്ഞും ചെരിഞ്ഞും ചിരിച്ചും കരഞ്ഞും അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് ജനത്തിരക്കുള്ള നഗരപാതയെ കഥാകൃത്ത് വർണ്ണിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, റിക്ഷ തട്ടി വീഴുന്ന കുട്ടി എന്തിനെ പറ്റിയാണ് സങ്കടപ്പെടുന്നത്? കുട്ടിയുടെ കയ്യിലെ കൊട്ടയിൽ അത്താഴത്തിനുള്ള അരിയും ഉപ്പും മുളകും എല്ലാം ഉണ്ടായിരുന്നു. റിക്ഷ തട്ടി വീണപ്പോൾ അവയെല്ലാം ചിതറിപ്പോയി. ഇതൊക്കെ കളഞ്ഞുവെന്ന് അമ്മ അറിഞ്ഞാൽ തന്നെ തല്ലുമെന്നോർത്തിട്ടാണ് കുട്ടി കരയുന്നത്. അടുത്തത്, പെൺകുട്ടിയുടെ മനസ്സ് തെളിഞ്ഞത് എപ്പോഴാണ്? റിക്ഷ തട്ടി പെൺകുട്ടിയുടെ കയ്യിലെ അരിയും ഉപ്പും മുളകും എല്ലാം റോഡിൽ വീണതുകൊണ്ട് അവൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ പപ്പു വാങ്ങിക്കൊടുത്തു. കൂട്ടത്തിൽ അവൾക്ക് കഴിക്കാൻ പാളയംകോടൻ പഴവും പപ്പു വാങ്ങിക്കൊടുത്തു. അപ്പോഴാണ് കുട്ടിയുടെ മനസ്സ് തെളിഞ്ഞത്. തൻ്റെ റിക്ഷ തട്ടി കുട്ടി വീണത് കണ്ടപ്പോൾ പപ്പുവിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു? പപ്പുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ആദ്യത്തെ സംഭവമായിരുന്നു അത്. തൻ്റെ റിക്ഷ തട്ടി പെൺകുട്ടി വീണപ്പോൾ പപ്പുവിൻ്റെ മനസ്സിലെ സഹതാപവും കുറ്റബോധവുമാണ് തോന്നിയത്. റിക്ഷാക്കാരൻ എന്ന നിലയിലുള്ള തൻ്റെ സൽപ്പേര് കളങ്കപ്പെട്ടല്ലോ എന്ന വിഷമവും പപ്പുവിനുണ്ടായിരുന്നു. അടുത്തത് പദപരിചയമാണ്. അതിൽ നിബിഡം എന്ന വാക്കിനർത്ഥം നിറഞ്ഞാണ്. ഓരോ പദത്തിൻ്റെ ഈ പര്യായത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. പാന്തർ വഴിയാത്രക്കാർ, പ്രതിബന്ധം എന്ന് വെച്ചാൽ തടസ്സം, വാഗ്ദത്തം എന്ന് വെച്ചാൽ വാക്കു കൊടുക്കപ്പെട്ട, അക്ഷമ ക്ഷമയില്ലാത്ത, സഹതാപം അനുകമ്പ, കളങ്കം മാലിന്യം, സാക്ഷി കണ്ടു നിൽക്കുന്നവർ, സ്തബ്ധർ തരിച്ചു നിൽക്കുന്നവർ, കൃതജ്ഞതാപൂർവം നന്ദിയോടെ. ഇനി അടുത്ത ചോദ്യം, പ്ലഷർ കാറുകൾ, ബസ്സുകൾ, ജഡ്കാകൾ, കാളവണ്ടികൾ ഒരു പഴയകാല നഗര ചിത്രമാണ് കഥയിലുള്ളത്. കാലം മാറി, രൂപം മാറി, ജീവിതം മാറി. ഇക്കാലത്തെ തെരുവാണ് വർണ്ണിച്ചിരിക്കുന്നതെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുക? അതിൽ പുതിയ തരത്തിലുള്ള കാറുകൾ, കൂറ്റൻ കെട്ടിടങ്ങൾ, ടാറിട്ട റോഡുകൾ, റോഡിന് മുകളിലൂടെ പോകുന്ന മേൽപ്പാലങ്ങൾ, മെട്രോകൾ, എങ്ങും ജനത്തിരക്ക് എന്നിവയായിരിക്കും ഇപ്പോഴത്തെ കാലമാണെങ്കിൽ വർണ്ണിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ മനുഷ്യജീവിതവും ആളുകളും പണ്ടത്തതിനേക്കാൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഏവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുകളും എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുമാണുള്ളത്. രൂപത്തിലും ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. പണ്ടത്തെ രീതിയിലുള്ള വസ്ത്രധാരണമല്ല ഇപ്പോഴത്തെ രീതിയിലുള്ളത്. ഇതൊക്കെയാണ് എഴുതേണ്ടത്.